കാരണവന്മാരാ. ഇതിന്റെ അതൊരു രസം തോന്നി എന്താന്ന് ചോദിച്ചാല്, ഇത് കേട്ടോണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിൽ വന്നൊരു പഴയ ഒരു മാസിക. ഇത് 2002 മെയ്യിൽ പുറത്തിറങ്ങിയ ദ വോയിസ് ഓഫ് മലയാളം എന്ന പ്രവാസി മലയാളി വാരിക. ഈ പ്രവാസി മലയാളി വാരികയിൽ ഒരു ലേഖനമുണ്ട്, ഹിന്ദുയിസ് ആൻഡ് ഇസ്ലാം. ആരാ എഴുതിയത്? ശ്രീ രവിശങ്കർ. എന്നിട്ട് എന്താണ് പറയുന്നത് നോക്ക്, മക്കയിലെ കഅബയിൽ ശിവലിംഗം. നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തു. നമ്മുടെ പത്തപ്പരി മുസ്ലിയാർക്ക് ഒരു കൂട്ട് വേണ്ടേ? ശ്രീ രവിശങ്കർ എഴുതാണ്, മക്കയിലെ കഅബയിൽ ശിവലിംഗം. എന്താ കാരണം? അല്ലടോ, നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ലേ? അവിടെ ഒരു കല്ലില്ലേ? ആ കല്ലിന് നിങ്ങൾ മുത്തിയിട്ടില്ലേ? അത് മറ്റൊന്നുമല്ല, അത് ശിവലിംഗാണ്. മക്കയിലെ കഅബയിൽ ശിവലിംഗം. ഈ ആളുകളെല്ലാം കൂടെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? ഇനി ഈ ആള് രവിശങ്കർ സക്കാഫി പറയാ, രവിശങ്കർ സക്കാഫി, ശ്രീ രവിശങ്കർ സക്കാഫി അയാൾ പറയാ, മക്ക ഹിന്ദുക്കൾക്കുമുണ്ട് കേട്ടോ. അതിപുരാതന വേദങ്ങളിൽ ഹരിതഹരേശ്വരൻ മഹാത്മായ വിഷ്ണു ഭഗവാന്റെ പാദസ്പർശമേറ്റ സ്ഥലമാണെന്ന് കാണുന്നു. അത് മക്കയായതാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ മക്ക എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കാല് ഏറ്റതാണ്, പാദസ്പർശമേറ്റതാണ്. മക്ക എന്നത് സംസ്കൃതത്തിൽ നിന്നും വന്നതാണ്. മക്ക മദിനി അഗ്നിദേവനെ പൂജിക്കുന്ന സ്ഥലമാണ്. ഇജ്തിഹാദ് ചെയ്യാണ് ഓരോരുത്തരും. കഅബാലയത്തെ കൊണ്ട ഇജ്തിഹാദ്, മക്കയെ കൊണ്ട ഇജ്തിഹാദ് കേട്ടോ. വിഷ്ണുവിന്റെ താമര പാദങ്ങൾ ബ്രാക്കറ്റിൽ പത്മനാഭൻ, ഗയ, മെക്ക, ശുക്ല, തീർത്ഥം എന്നീ ദളങ്ങളായി കരുതപ്പെടുന്നു. ഇസ്ലാമുകൾ പ്രതിമകളെ ആരാധിക്കുന്നത് വിലക്കിയിരിക്കുകയാണ്. എന്നാൽ മക്കയിൽ കഅബ എന്ന ഒരു ശില സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെ ഹജ്മറെ അശ്വാദ് എന്ന് വിളിക്കുന്നു. നമുക്കറിഞ്ഞൂടാ, ഹജ്മറെ അശ്വാദ് എന്ന് വിളിക്കുന്നു. സംസ്കൃതത്തിലെ അശ്വേത വെളുത്ത കല്ല് നിന്നും ലോപിച്ചതാണിത്. ശിവലിംഗത്തെയും ശൈംവൈ അശ്വത് എന്ന് വിളിക്കുന്നു. എങ്ങനെ അല്ലാഹ്ക്കേ അറിയുള്ളൂ, സക്കാഫിയോട് തന്നെ ചോദിക്കരുത് എവിടുന്നാണ്. ഏതായാലും മക്കയിൽ ഇപ്പം മൊത്തത്തിൽ ആകെ പ്രശ്നമാണെന്നാണ് എല്ലാ സക്കാഫിമാരും ഇജ്മാഅി പ്രഖ്യാപിക്കുന്നത്. ചില ആളുകൾ പറയുന്നു മക്കയിൽ ശിവലിംഗാണ്. വേറെ ചില ആളുകൾ പറയാ നമ്മളവിടെ തൊട്ടുമുത്തണം, അതുപോലെ എവിടെയും പോയിട്ട് നമുക്ക് തൊട്ടുമുത്താം, വേറെ പലതും നമുക്ക് ചെയ്യാം. ഇത് ഏത് സംസ്കാരം? ഇടോ, മക്ക എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന്റെ കേന്ദ്രമാണ്. ശിർക്ക് പ്രചരിപ്പിക്കാനും ശിർക്ക് വാദിക്കാനും വേണ്ടി അല്ലാഹ് സ്ഥാപിച്ചതല്ലത്. നേരെ മറിച്ച് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ആദ്യമായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ ഈ ഭൂമിയിൽ സ്ഥാപിച്ച അല്ലാഹുവിന്റെ ഭവനമാണിത്, റബ്ബിന്റെ ഭവനമാണിത്.